ഞങ്ങൾക്ക് എന്തിനാ ആശങ്കപ്പെടേണ്ട കാര്യം? അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആർക്കാണ് അൻവർ ബുദ്ധിമുട്ടായത്, മറ്റ് തലവേദനയായത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായി ഞങ്ങളുടെ വികസന കാര്യങ്ങളുമായി അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ ഈ പി വി അൻവറിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു. ഒരു പി വി അൻവർ എഫക്ട് എന്നതൊക്കെ അന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അങ്ങനെ ഒരു എഫക്ട് ഉണ്ടെന്ന് കരുതുന്നു. അന്ന് ആ എഫക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു എഫക്ട് ഉണ്ടാവും. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ എഫക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോ പുതിയ എഫക്റ്റുകൾ ഉണ്ടാവും. കാരണം എന്താണ്? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇതുവരെ നടക്കാത്ത രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നിന്നുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. നിലമ്പൂരിലെയും സംസ്ഥാനത്തെയും വികസനങ്ങൾ വോട്ടായി മാറുന്നു. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി അക്കമിട്ട് പറഞ്ഞല്ലോ. അതെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളതാണല്ലോ. ഒന്നും നടക്കില്ല എന്നുള്ളിടത്തുനിന്ന് കേരളത്തിൽ ഇതെല്ലാം നടന്നല്ലോ. അതിന്റെ പ്രതിഫലനം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനകത്തുണ്ട്. ഏതാണ്ട് 2000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8 വർഷത്തിന്റെ ഉള്ളിൽ നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. അതാ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വിലയിരുത്തിക്കോട്ടെ. ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഞങ്ങളതിനെ നേരിടും. നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ക്രെഡിറ്റ് പി വി അൻവർ എന്ന വ്യക്തിയുടെ അവകാശവാദം ഉന്നയിക്കില്ല. അതിന് പി വി അൻവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കാണണം. കേരളത്തിലാകെ നടന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടും അതിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ടുമാണ് ഈ വികസന കാര്യങ്ങൾ ആ പീരീഡിൽ നടപ്പിലാക്കാനായിട്ടുള്ളത്. അത് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ്. വലതുപക്ഷത്തേക്ക് മാറുമ്പോൾ അല്ല നടക്കുക. വലതുപക്ഷത്ത് നിൽക്കുമ്പോൾ നിലമ്പൂരിൽ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഉത്തരവോടെയുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗീകാരം അൻവറിനുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് സംശയമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പൊക്കെ UDF കുത്തിയാക്കി വെച്ചിരുന്ന മണ്ഡലം LDF പിടിച്ചെടുക്കാൻ അൻവർ സഹായമായപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ എന്നൊരു ഫാക്ട് കൂടി അവിടെ വർക്കായിട്ടുണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെയുള്ള വോട്ടിന്റെ കണക്കുണ്ടല്ലോ. അതിനോട് ചേർന്നിട്ടാണ് മറ്റെല്ലാ ഘടകങ്ങളും ഉള്ളത്. അതെല്ലാം ചേർന്നതാണ് വിജയം. അതിൽ ആ ഘടകങ്ങൾ UDFന് അനുകൂലമാവുന്നത് എങ്ങനെയാണ്? ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ UDFന് അനുകൂലമാവില്ലേ? അത് ഇടതുപക്ഷത്തിനല്ലേ അനുകൂലമാവുക? നിലമ്പൂരിലെ ജനങ്ങൾ ആ വികസന പ്രവർത്തനം കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അതിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് ഇടതുപക്ഷത്തിനാണ് അനുകൂലമായിട്ട് മാറുക.